എൽമാസ് ടൈലറിംഗ് ബിൽഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു അംബ്രല കട്ട് ഉടുപ്പാണ് തയ്ക്കുന്നത്. അത് നമ്മുടെ ഉടുപ്പിൻ്റെ കൈ നമ്മൾ ബട്ടർഫ്ലൈ കൈയാണ് കൊടുക്കുന്നത്. രണ്ട് ഉടുപ്പ് ഞാൻ തയ്ച്ചു കഴിഞ്ഞു. 3 ഉടുപ്പായിരുന്നു. ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് 3 ഉടുപ്പാണ് വന്നത് തയ്ക്കാൻ. അപ്പോൾ അതിൽ ഒരു കഴിഞ്ഞു. അതിന് ബട്ടർഫ്ലൈ കൈയാണുള്ളത്. പിന്നെ കൈ അങ്ങനെ തന്നെയാണുള്ളത്. അപ്പോൾ അത് ഞാൻ തയ്ച്ചു കഴിഞ്ഞു. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഒന്ന് മുട്ടപ്പം ഇറക്കമുള്ള ഉടുപ്പ്, ഒന്ന് ഫുൾ ലെങ്ത്, ഒന്ന് അതിലും താന്ന്, അതായത് 3/4 ആയിട്ട് നിൽക്കുന്ന ഒരു ഉടുപ്പും കൂടെയാണ്. അപ്പോൾ ഇനി നമ്മൾ 3/4 ആയിട്ട് നിൽക്കുന്ന ഉടുപ്പാണ് തയ്ക്കാൻ പോകുന്നത്. അതിൻ്റെ നെക്ക് വി ആണ്, പുറകിലും മുന്നിലും വി കൊടുത്തിട്ടാണ് നമ്മൾ. ഇതിന് നിറയെ സ്പെഷ്യൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം രണ്ടാമത്തെ ഉടുപ്പ് ഫുൾ ലെങ്ത് ആണ്, അതും തയ്ച്ചു കഴിഞ്ഞു. സിബൊക്കെ വെച്ചാണ് നമ്മൾ തയ്ച്ചിട്ടുള്ളത്. ഇത് ഫുൾ ലെങ്ത് ആണ്, ഫുൾ ലെങ്ത് നീളമുള്ള ഉടുപ്പാണ്. പിന്നെ നമ്മൾ അടുത്ത ഉടുപ്പ് വീനക്ക് ഉള്ള ഒരു അംബ്രല കട്ടാണ് തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇത് ലൈനിങ് തുണിയാണ്, 4 മീറ്റർ ഉണ്ട്. ഇത് നമ്മുടെ ഷിഫോൺ തുണിയാണ്, അത് 4 മീറ്റർ ഉണ്ട്. ഇത് ബോഡി പീസായിട്ട് വെക്കാൻ വേണ്ടി 1/2 മീറ്റർ സെപ്പറേറ്റ് മേടിച്ചതാണ്. വേണ്ടി മാത്രം, മുന്നും പുറകും വെക്കാൻ വേണ്ടി മാത്രം ഒരു 50 സെൻറ്റിമീറ്റർ മേടിച്ചതാണ്. കൈ നമ്മൾ ഈ ഷിഫോണിൻ്റെ തുണി കൊണ്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം. നമുക്ക് തുണി കട്ട് ചെയ്യാം. ആദ്യം ബോഡി പീസ് കട്ട് ചെയ്യാം. അതിന് മുന്നേ അളവുകൾ നമുക്ക് നോക്കാം. അപ്പം ഉടുപ്പിൻ്റെ ഫുൾ ഇറക്കം 51 ഇഞ്ചാണ് വേണ്ടത്. അപ്പം അരയുടെ ഇറക്കമായിട്ട് വരുന്നത്, ബോഡിയുടെ ഇറക്കമായിട്ട് വരുന്നത് നമുക്ക് 15 ഇഞ്ചാണ്. വണ്ണം 30 ഇഞ്ച്, വേസ്റ്റ് വണ്ണം 26. കഴുത്തിൻ്റെ ഇറക്കം വരുന്നത് 6.5 ഇഞ്ചാണ്, വി കഴുത്താണ്. പുറകിലത്തെ കഴുത്തിൻ്റെ ഇറക്കം വരുന്നത് 5 ഇഞ്ചാണ്. പിന്നെ നമുക്കിതൊന്ന് കൊച്ചിൻ്റെ ഷോൾഡർ 13.5 ഇഞ്ചാണ്, ആം ഹോള് 13 ഇഞ്ചാണ്. ഇത്ര അളവുകളുണ്ട്. ഇത് വെച്ച് നമുക്ക് ബോഡി പാർട്ട് വെട്ടിയെടുക്കാം. നമ്മൾ പുറകിൽ സിബ് വെച്ചാണ് തയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്പൺ വശം ഇവിടെ ആയിട്ട് വരുന്ന പോലെയാണ് നമ്മൾ തുണി മടക്കിയിരുന്നത്. അപ്പോൾ ഈ തേരുവശം നമുക്ക് കട്ട് ചെയ്ത് കളയാം. അത് നിർത്തിയാൽ തടിച്ച് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചുളുക്കമൊക്കെ വരുന്നുണ്ട്, നമുക്കത് നിർത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്കത് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് 4 ആക്കി മടക്കാം. ഇങ്ങനെ വരുന്നു. ഓപ്പൺ സൈഡ് നമുക്ക് സിബ് വെക്കാനായിട്ട് പുറകിലത്തെ പീസ് എടുത്തു. പുറകിൽ നമ്മൾ സിബ് വെച്ചാണ് തയ്ക്കുന്നത്. അപ്പോൾ ഈ ഓപ്പൺ സൈഡ് പുറകിൽ വരുന്ന പോലെയും ഇത് ഫ്രണ്ടിൽ വരുന്ന പോലെയാണ് കട്ട് ചെയ്യുന്നത്. നമ്മളിങ്ങനെ ഇട്ടു. ഇനി നമുക്ക് ഇറക്കം രേഖപ്പെടുത്താം. നമുക്ക് തയ്ച്ച് തീരുമ്പം ബോഡി പാർട്ടിന് 15 ഇഞ്ചാണ് ഇറക്കം വേണ്ടത്. നമുക്ക് 1 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് 16 ഇഞ്ചിൽ നമുക്ക് കട്ട് ചെയ്യാം. ഇവിടെ 1/2 ഇഞ്ചും മുകളിലത്തെ 1/2 ഇഞ്ചുമായിട്ട് 1 ഇഞ്ച് കൂടുതൽ എടുക്കണം. അപ്പം 15 ഇഞ്ചാണ് നമുക്ക് വേണ്ട തയ്ച്ച് തീരുമ്പോൾ കിട്ടേണ്ട ഇറക്കം. അതുകൊണ്ട് തന്നെ നമ്മൾ 16 ഇഞ്ച് രേഖപ്പെടുത്തി. ഇനി നമുക്ക് ഷോൾഡർ 13.5 ഇഞ്ചാണ്. അപ്പം കഴുത്തിറക്കം 6.5 വരുന്നത് കൊണ്ട് നമുക്ക് കഴുത്തിറക്കം 6.5 വരുന്നുണ്ട്. അപ്പോൾ ഷോൾഡറെ നമ്മൾ 2 ഇഞ്ചാണ് കുറയ്ക്കുന്നത്. അപ്പം 13-ന് 2 പോയിക്കാൻ നമുക്ക് 11.5 വന്നു. 11.5-യുടെ പകുതി 5.25. ഇത് രേഖപ്പെടുത്തി. ഇനി നമുക്ക് കഴുത്തിറക്കമാണ്. ഫ്രണ്ടിലത്തെ കഴുത്തിറക്കം 6.5 ഇഞ്ചാണ്. അത് നമ്മൾ രേഖപ്പെടുത്തി. ഇനി നമുക്ക് അകലം മുകൾ വശത്ത് നമ്മൾ 2.25 കൊടുക്കുന്നു. താഴേക്ക് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നു. ഇനി നമുക്ക് ഈ വി ഷേപ്പിനൊരു ഷേപ്പ് കൊടുക്കണം. നമുക്ക് കഴുത്തിന് ഷേപ്പ് വരയ്ക്കാം. വി നമ്മൾ സാധാരണ വിയുടെ ആ ഷേപ്പിൽ അങ്ങനെ വെട്ടിയാൽ വൃത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ ചെറിയൊരു ഷേപ്പ് ഇതിൻ്റെ രണ്ടിനെയും മധ്യത്തിലായിട്ട് കൊടുക്കണം. ചെറിയൊരു ഷേപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട്.
ഇതാണ് നമ്മൾ വരച്ച നോർമൽ വര. നമ്മൾ ഷേപ്പ് വരച്ചത് ഇങ്ങനെയാണ്. നമ്മൾ വെട്ടുമ്പോൾ നമ്മൾ നേരെ ഇങ്ങനെ വെട്ടിയെടുക്കുവാണ്. ഇനി നമുക്ക് കൈക്കുഴി അളവെടുത്തിട്ട് വെട്ടണം. 13 ഇഞ്ചാണ് അവരുടെ ആം ഹോൾ റൗണ്ട്. അത് കിട്ടുന്ന പോലെ നമുക്കിവിടെ 1/2 ഇഞ്ച് തൽത്തുമ്പോൾ കൊടുക്കാം. നമുക്ക് 5.5 ഇഞ്ച് കൈയുടെ ഇറക്കമായിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് വണ്ണം നോക്കണം. ഇപ്പോൾ നമ്മൾ വണ്ണം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 30 ഇഞ്ചാണ് വണ്ണം. അതിൻ്റെ കൂടെ 4 ഇഞ്ച് കൂട്ടുന്നു. അപ്പോൾ 34 വന്നു. 34ൻ്റെ 4 ഭാഗം എന്ന് പറയുന്നത് 8.5 ഇഞ്ച്. നമ്മൾ അടയാളപ്പെടുത്തി. ഇപ്പോൾ 26ൻ്റെ കൂടെ നമ്മൾ 4 കൂട്ടുമ്പോൾ 30 കിട്ടി. 26 വേസ്റ്റ് വണ്ണാണ്. 26നോട് 4 കൂട്ടുമ്പോൾ 30 കിട്ടി. 30ൻ്റെ 4 വണ്ണം എന്ന് പറയുമ്പോൾ 7.5 ഇഞ്ച്. കൈക്കുഴി ഒന്ന് വരച്ച് നോക്കാം. കൈക്കുഴി വരച്ചിട്ട് നമുക്ക് അളന്ന് നോക്കാം. 1/2 ഇഞ്ച് തൈൽത്തുമ്പിനിട്ടു. അതിനുശേഷം നമുക്ക് അളന്നാൽ നമുക്ക് 13.5 13.5 അപ്പോൾ 6.25 കിട്ടുന്നത്. നമുക്കിവിടെ 5.5. ഉടുപ്പായതുകൊണ്ട് തന്നെ അത്ര ഫിറ്റിലല്ല നമ്മൾ തയ്ക്കുക. അപ്പോൾ നമുക്ക് ഈ കൈക്കുഴി കറക്റ്റ് ആയിരിക്കും. നമുക്കിവിടെ 7.25 നമുക്ക് 6.25 കിട്ടും മതി. പക്ഷെ 1/2 ഇഞ്ച് തയ്യൽത്തുമ്പോൾ കുഴപ്പമില്ല. കാരണം വെച്ചാൽ നമ്മൾ ബട്ടർഫ്ലൈ ഹാൻഡ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഈ ലൂസ് നമുക്ക് കുഴപ്പമൊന്നുമില്ല. അത്ര ടൈറ്റിലല്ല നമ്മളിടുക, ഇച്ചിരി ലൂസിലാണ്. അപ്പം ഈ കൈക്കുഴി ഈ കൊച്ചിന് കറക്റ്റായ അളവായിരിക്കും. ഇപ്പോൾ നമുക്കിവിടെ തയ്യൽത്തുമ്പും കൂടെ കൊടുക്കാം. സാധാരണ നമ്മൾ കൈക്കുഴി കറക്റ്റ് അളവിലാണ് കിട്ടുക. അതായത് ആംഹോൾ എത്രയാണ് അതിൻ്റെ കൂടെ ലൂസ് ചെയ്യാറ് അതിൻ്റെ 2-1 വണ്ണാണ് നമ്മൾ ഈ ചെസ്റ്റ് വണ്ണത്തിൽ അടയാളപ്പെടുത്തുന്നത്. ഇതിപ്പോൾ നമ്മൾ ബട്ടർഫ്ലൈ കൈ ആയതുകൊണ്ടാണ് നമ്മൾ ഈ ലൂസ്, അതായത് 1/2 ഇഞ്ച് ലൂസിൽ നമ്മൾ കുഴപ്പമില്ല എന്ന് പറയുന്നത്. നമുക്ക് 6.25 കിട്ടുന്നത്. നമുക്ക് 7.25 ഇവിടെയുണ്ട്. അപ്പോൾ 1/2 ഇഞ്ച് ഇവിടെ ലൂസുണ്ട്. തയ്യൽത്തുമ്പും കൂടെ കൊടുക്കാം. നമുക്കിവിടെ ഒരു ടക്ക് വരുന്നുണ്ട് ഫ്രണ്ട് വശത്ത്. പുറകിൽ നമ്മൾ സിബാണ്. മുൻവശത്ത് നമ്മൾ ഫ്രണ്ടിലൊരു ടക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പകുതി 7.5യുടെ പകുതി ഇവിടെയാണ് നമ്മളവിടെ ഒരു ടക്ക് കൊടുക്കുന്നുണ്ട്. ടക്കിൻ്റെ നീളം 4.5 ഇഞ്ച്. ഇത്ര നമ്മൾ അടയാളപ്പെടുത്തി. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു 1/2 ഇഞ്ച് ഷേപ്പിനായിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ടക്കിൻ്റെ അവിടം വരെ നമ്മൾ ഷേപ്പ് കൊടുത്താണ് വെട്ടുന്നത്. അപ്പോൾ നമ്മുടെ ബോഡി പാർട്ടിൻ്റെ അളവുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ബോഡി പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടിവശത്തെ പീസ് ക്രോസ് പീസ് വെട്ടിയെടുക്കാം. അതിനുശേഷം കൈ വെട്ടുന്നത് കാണിച്ചു തരും. ഇവിടെ ഷിഫോൺ തുണിയാണിത്. ഇത് 4 മീറ്റർ ഉണ്ട്. ഈ 4 മീറ്റർ ഷിഫോൺ തുണിയെ നമ്മൾ 4 മടക്കുന്നു. അപ്പോൾ നമ്മൾ ഷിഫോൺ തുണിയെ 4 മടക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഉടുപ്പിനായിട്ട്, അതായത് അടിവശത്തെ ക്രോസ് പീസിനായിട്ട് നമ്മൾ മടക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ മടക്കിയിട്ടുള്ളത് ഇത് ഓപ്പൺ സൈഡാണ്. 2 നമുക്ക് ഓപ്പൺ സൈഡാണ് ഇവിടെ. ഇത്
ഇവിടെ നമുക്ക് ഫോൾഡഡ് സൈഡാണ്. ഇതിൻ്റെ രണ്ട് വശവും നമുക്ക് ഫോൾഡഡ് സൈഡാണ്. ഇവിടെ നമുക്ക് ഒരെണ്ണം ഫോൾഡഡ് സൈഡും ഒരെണ്ണം ഓപ്പൺ സൈഡുമാണ്. ഇവിടെ നമുക്ക് രണ്ടും ഫോൾഡഡ് സൈഡാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ഓപ്പൺ സൈഡുള്ളതിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരും. അതായത് ഇടതുവശം ഈ ഇടതുവശം നമ്മളിവിടെ പിടിച്ചിട്ടുണ്ട്, അതിങ്ങനെ പിടിച്ചിട്ട് ഈ വലതുവശം ഇങ്ങോട്ട് കൊണ്ടുവരും. കണ്ടോ? നമ്മളിങ്ങനെയാണ് ഇട്ടിട്ടുള്ളത്. നമ്മൾ തിരിച്ചിട്ടു. നമ്മൾ ക്രോസ് മടക്കി, അതായത് നമ്മൾ നടുക്ക് വെട്ട് വരാം, 4 കഷ്ണമായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നോക്കുന്നത്. അതായത് ഓപ്പൺ സൈഡാണ് നമ്മൾ അങ്ങോട്ട് മടക്കുന്നത്, ഫോൾഡഡ് സൈഡാണ് ഈ ഭാഗത്തായിട്ട് വരേണ്ടത്. ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെയും ഓപ്പൺ സൈഡാണ്, നമ്മൾ തിരിച്ചാണ് മടക്കുന്നതെങ്കിൽ, നമ്മൾ ഇവിടെ പിടിച്ചിട്ട് ഇങ്ങോട്ടാണ് മടക്കുന്നതെങ്കിൽ നമുക്ക് എല്ലാം 6 പീസായിട്ട് കൈ കിട്ടും. ഇതാകുമ്പോൾ നമുക്ക് 2 പീസായിട്ട് നമുക്ക് വെട്ടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ക്രോസ് ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഇറക്കമാണ് രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് മുകൾ സൈഡിൽ വണ്ണം രേഖപ്പെടുത്തണം, വേസ്റ്റ് വണ്ണം രേഖപ്പെടുത്തണം. ഇവിടെ ഇപ്പോൾ 30 ഇഞ്ചാണ്, 26 ഇഞ്ചാണ് നമ്മുടെ വേസ്റ്റ് വണ്ണമായിട്ട് വരുന്നത്. അതിൻ്റെ കൂടെ 4 ഇഞ്ച് ലൂസ് കൂട്ടിയാൽ നമുക്ക് 30 കിട്ടി. 26 4 30 കിട്ടി. 30ൻ്റെ 4 ഭാഗം 7.5. അപ്പോൾ 7.5 എവിടെയാണോ കിട്ടുന്നത് ആ ലെവലിൽ നമ്മൾ ടേപ്പ് വെച്ചിട്ട് നമ്മൾ വരച്ചെടുക്കുന്നു. നമ്മളിത് സാധാരണ ക്രോസ് പീസ് വെട്ടുന്നത് അങ്ങനെയാണ്. ക്രോസ് അംബ്രല്ല ഉടുപ്പിന് വെട്ടുന്നത് നമ്മുടെ അരവണ്ണത്തിൻ്റെ 4 വണ്ണം എവിടെയാണോ കിട്ടുന്നത് അവിടെ വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിന് കുറച്ചുകൂടെ സ്പെഷ്യലുണ്ട്. കാരണം ഞാൻ അരയ്ക്ക് ഞുറിയും കൂടെ കൊടുത്തിട്ടാണ്, അതായത് വേസ്റ്റ് ഭാഗത്ത് നമ്മൾ ഞുറിയും കൂടെ കൊടുത്തിട്ടാണ് ക്രോസ് കട്ട് ചെയ്യുന്നത്, ക്രോസ് കട്ട് ഉടുപ്പ് തയ്ക്കുന്നത്. അപ്പോൾ ഞാൻ 7.5യുടെ കൂടെ നമുക്ക് 1 ഇഞ്ചും കൂടെ കൂടുതൽ കിട്ടുന്നതല്ല നമ്മൾ അടയാളപ്പെടുത്തി. അതായത് നമുക്ക് വേണ്ട വണ്ണത്തെക്കാളും 1-2 ഇഞ്ച് കൂടുതൽ കിട്ടുന്നതിലാണ് നമ്മൾ വണ്ണം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ രേഖപ്പെടുത്തിയെടുത്തുനിന്നാണ് ഇനി നമ്മൾ തിരിച്ച് വരയ്ക്കണം. നടുക്ക് മാത്രം ഒരു ഓവൽ ഷേപ്പിൽ നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്നാണ് നമ്മൾ താഴേക്ക് നമുക്ക് വേണ്ട ഇറക്കം എത്രയാണോ അത് രേഖപ്പെടുത്തേണ്ടത്. നമ്മൾ ഇറക്കം രേഖപ്പെടുത്താൻ പോകും. നമ്മളിവിടെ അരയ്ക്കുള്ളത്, അതായത് വേസ്റ്റ് വണ്ണത്തിനുള്ള നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് ഇറക്കം വേണ്ടത് 36 ആണ്. അപ്പോൾ 36 കിട്ടുന്നത് പോലെ എക്സ്ട്രാ നമ്മൾ പിടിപ്പിക്കണം. 4.5 5 എടുക്കേണ്ടതായിരുന്നു. അത് 4 ആയി പോയതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് തികയാതെ വരുന്നത്. 3/4 ആയിട്ട് നമ്മൾ ഇറക്കം രേഖപ്പെടുത്തുവാണ്. നമ്മൾ വേസ്റ്റ് വണ്ണം രേഖപ്പെടുത്തി അവിടുന്ന് 36 ഇഞ്ച് നമുക്ക് ഇറക്കം തയ്ച്ച് തീരുമ്പോൾ 36 ആണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ 1.5 ഇഞ്ച് കൂടുതലിട്ടിട്ട് നമ്മൾ ഇടയുന്നത്. ആ വണ്ണം നമുക്ക് എല്ലായിടത്തും കിട്ടുന്ന പോലെ, അതായത് ഈ സൈഡിൽ നമുക്ക് കിട്ടുന്ന പോലെ ആയിരിക്കണം നമ്മൾ രേഖപ്പെടുത്തുന്നത്. നമുക്കിവിടെ ഇച്ചിരി വീതി കുറവുണ്ട്. അതിനായിട്ട് നമ്മൾ ചെറിയ പീസ് നമുക്കിവിടെ കൊടുക്കേണ്ടി വരും. നമ്മളിങ്ങനെ അടയാളപ്പെടുത്തി. നമുക്കിവിടെ ഒരു പീസ് ഇവിടെ ഇച്ചിരി കുറവുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പീസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ വെക്കാനുള്ള 2 പീസ് 3/4 ആയിട്ട് ഇറക്കം എടുക്കുമ്പോൾ നമുക്ക് 4.5 മീറ്റർ തുണിയെങ്കിലും വേണ്ടതാണ്. നമുക്ക് ബാക്കി വന്ന ഒരു പീസ് നമുക്ക് ഇത് കട്ട് ചെയ്തിട്ട് ഇവിടെ വെച്ച് കൊടുക്കാം. നമുക്ക് 4 ആക്കി മുറിക്കാം. നമുക്കങ്ങനെ ക്രോസ് പീസിൻ്റെ കട്ടിങ് കഴിഞ്ഞ് നമുക്ക് ലൈനിങ് കട്ട് ചെയ്യണം. ഇത് ലൈനിങ് ആണുള്ളത്. അപ്പോൾ ലൈനിങ് കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് ഷിഫോണിൻ്റെ അത്രയും വീതി കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ 2 ആക്കി മടക്കിയിട്ടിട്ടാണ്, അതായത് ക്രോസ് മടക്കുമ്പോൾ നമ്മൾ 2 ആക്കിയാണ് മടക്കുന്നത്. കാരണം നമുക്ക് ബോഡി പീസിന് ലൈനിങ് വേണം,
ഇത് 3 മീറ്റർ ലൈനിങ്ങിൻ്റെ തുണിയുള്ളൂ. നമ്മൾ ഷിഫോൺ, അതായത് ഉടുപ്പിൻ്റെ ക്രോസ് പീസായിട്ട് വെട്ടാൻ, അതായത് താഴത്തെ ബോട്ടം പാർട്ട് വെട്ടാൻ വേണ്ടി നമ്മൾ 4 ആക്കി മടക്കിയിട്ടു. നമ്മൾ ലൈനിങ് 2 ആക്കിയാണ് മടക്കുന്നത്. നമ്മളത് അരവണ്ണം ഇവിടെ കിട്ടുന്ന പോലെ നമ്മൾ ഇവിടെ കട്ട് ചെയ്തെടുക്കാം. ഇറക്കം നമുക്ക് ഈ ഉടുപ്പിൻ്റെ തുണിയേക്കാൾ, അതായത് ഷിഫോണിനേക്കാൾ 1 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ ഇറക്കം കട്ട് ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ തൊട്ട് മുകളിൽ നിൽക്കുന്നത്, അതായത് ഷിഫോണിന് നമ്മൾ ഇൻ്റർലോക്ക് ചെയ്ത് കഴിയുമ്പം ലൈനിങ് തൊട്ട് മുകളിൽ നിൽക്കുന്ന പോലെയായിരിക്കണം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് സൈഡും കൂടെ കട്ട് ചെയ്തെടുക്കാം. നമ്മളത് ലൈനിങ്ങും കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഷിഫോണിന് പീസ് കൊടുത്താൽ തന്നെ നമുക്ക് പീസ് കൊടുക്കേണ്ടി വരും. കാരണം ഇവിടെ കുറച്ച് ഇറക്കക്കുറവ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സൈഡിൽ നിന്ന് കട്ട് ചെയ്തത് നമ്മൾ 4 ആക്കിയിട്ട് നമുക്കിവിടെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഇവിടെ പീസ് കൊടുത്തിട്ട് നമുക്ക് ഇറക്കാൻ കൊടുക്കും. നമ്മുടെ കട്ടിങ് ലൈനിങ്ങിൻ്റെ ഷിഫോണിൻ്റെയും കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് കട്ട് ചെയ്യേണ്ടത് കൈയാണ്. നമ്മൾ ബോഡി പീസിൻ്റെ ലൈനിങ് വെട്ടിയിട്ടില്ലായിരുന്നു, നമുക്ക് അതും കൂടെ വെട്ടാം. അപ്പോൾ അത് നമ്മൾ വെട്ടുമ്പോൾ ഓപ്പൺ ഉള്ള ഒരു സൈഡും ഓപ്പൺ ഇല്ലാത്ത ഒരു സൈഡുമായിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇത് നമുക്ക് പുറകുവശം ഇവിടെ വെട്ടിയെടുക്കാം. ഈ ഓപ്പണുള്ള അത് നമുക്ക് പുറകുവശമായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മളിതിൻ്റെ കഴുത്ത് വരച്ചിട്ടില്ലായിരുന്നു പുറകുവശത്ത്, അത് നമുക്കൊന്ന് വരച്ചെടുക്കാം. നമ്മൾ 5 ഇഞ്ചാണ് കഴുത്തിൻ്റെ ഇറക്കമായിട്ട് കൊടുക്കുന്നത്. ഫ്രണ്ടിൽ 6.5 ഇഞ്ചാണ്, പുറകിൽ നമ്മൾ 5 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് സിബ് കൊടുക്കേണ്ടത് ഒന്ന് മടക്കി വെക്കാം. അതിന് ശേഷം നമുക്ക് കഴുത്ത് വരച്ച് കട്ട് ചെയ്യാം. ഇപ്പോൾ 2.25 നമ്മൾ കഴുത്തിൻ്റെ അകലം കൊടുക്കുന്നത്. അത് നമുക്കിതിലേക്ക് ഈ 5 ചേർത്ത് വരയ്ക്കാം. അതിന് ശേഷം നമുക്കൊരു ചെറിയ ഷേപ്പ് ഈ നടുക്കായിട്ട്, അപ്പോൾ ബാക്കി വെട്ടിയെടുക്കാം. നമ്മൾ കഴുത്ത് വെട്ടി നമുക്ക് മുൻവശം കട്ട് ചെയ്തെടുക്കാം.
നെക്കിൻ്റെ അവിടെ വെച്ചിട്ട് കൊടുക്കാം. നമുക്കിത് കഴുത്ത് വെട്ടിയെടുക്കാം. ഫ്രണ്ട് വശം നമ്മൾ ബോഡി പീസ് നമ്മൾ വെട്ടിയെടുത്തു. ഇനി നമുക്ക് കൈയാണ് കട്ട് ചെയ്യേണ്ടത്. നമുക്ക് ബട്ടർഫ്ലൈ കൈക്കുള്ളത് കട്ട് ചെയ്യാം. നമ്മൾ കൈ വെട്ടാൻ വേണ്ടി തുണി ആദ്യം രണ്ടാക്കി മടക്കുന്നു. നമുക്ക് കൈയുടെ ഇറക്കം കിട്ടേണ്ടത് 7.5 ഇഞ്ചാണ് തയ്ച്ച് തീരുമ്പോൾ. അപ്പം നമ്മൾ വീതി എടുക്കുന്നത് ഞാനിവിടെ ഒരു 10.5 ഇഞ്ച് 11 ഇഞ്ച് വീതി എടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ രണ്ടാക്കി മടക്കി നമുക്ക് 2 കൈക്കാണ് വേണ്ടതെങ്കിൽ നമ്മൾ 8 ആക്കി മടക്കണം. ഒരു കൈക്കാണെങ്കിൽ 4 ആക്കി മടക്കാം. അപ്പോൾ നമുക്ക് ഒരു കൈക്കുള്ളത് നോക്കാം. നമ്മളിങ്ങനെ മടക്കി അതിന് ശേഷം നമുക്ക് വേണ്ട ഇറക്കം ഇവിടെ കിട്ടുന്നുണ്ടോ നോക്കണം. നമുക്ക് 7.5 ഇഞ്ചാണ് തയ്ച്ച് തീരുമ്പോൾ കിട്ടുന്നത്. നമുക്ക് 8 ഇഞ്ച് ഇവിടെ കിട്ടുന്നുണ്ട്. ആ 8.5 ഇഞ്ച് നമ്മൾ ഇവിടെ എല്ലായിടത്തും ഇടയെടുക്കുക വട്ടത്തിൽ. അതൊരു കോണിൽ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ കോണിൽ വെച്ചിട്ട് ഈ കോണിൽ വെച്ചിട്ട് നമ്മൾ എല്ലായിടത്തും 8.5 കിട്ടുന്ന പോലെ ഇടയെടുക്കണം. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്കൊരു ക്രോസ് പീസായിട്ടാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. എന്താ നമ്മൾ തുണി 4 ആക്കി മടക്കി അതിൻ്റെ കോണിൽ വെച്ചിട്ട് നമ്മൾ നമ്മുടെ കൈയുടെ ഇറക്കം എത്രയാണോ അത് നമ്മളിവിടെ എല്ലായിടത്തും കൈയുടെ ഇറക്കവും തയ്യൽത്തുമ്പും കൂടെ കൂട്ടി നമ്മൾ ഇവിടെ ഇൻ്റർലോക്ക് ചെയ്യാനുള്ള സ്പേസും കൂടെ കൂട്ടിയിട്ട് നമ്മൾ അതായത് 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് നമ്മൾ കൂടുതലിട്ടിട്ട് നമ്മൾ തുണി കട്ട് ചെയ്തെടുത്തു വട്ടത്തിൽ. അതിന് ശേഷം നമുക്ക് ഇപ്പോൾ ഇതൊരു കൈക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് നമ്മൾ നിവർത്തിയിട്ടു. അതിന് ശേഷം ഇതിൻ്റെ നടുക്ക് വശം ഇതിപ്പം 16.5 ഇഞ്ചാണ് നമുക്ക് ഇതിൻ്റെ നീളമുള്ളത്. അപ്പോൾ 8.25 നമ്മൾ ഇടയെടുക്കുന്നു. 8.25 നമുക്കിങ്ങോട്ടൊന്ന് വരയ്ക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് 8 ഇഞ്ച് നമുക്ക് കൈയുടെ ഇറക്കമായിട്ടുണ്ട്. നമുക്ക് തയ്ച്ച് തീരുമ്പോൾ കിട്ടേണ്ടത് 7.5 ഇഞ്ചാണ്. ഇതിൻ്റെ ഇവിടെ നിന്ന് നമ്മൾ നമ്മുടെ കൈക്കുഴി എത്രയാണോ അത് നമ്മൾ നോക്കുക. നമ്മൾ വെട്ടി വെച്ച കൈക്കുഴി എത്രയാണോ അതിങ്ങെടുക്കുക. തയ്യൽത്തുമ്പ് നമുക്ക് ഇങ്ങനെ വരുന്നല്ലോ. അതായത് ഇതുണ്ടോ ഇവിടെ നമുക്ക് 1/2 ഇഞ്ച് തയ്യൽത്തുമ്പാണ്. അത് കഴിച്ചിട്ടുള്ള സ്ഥലം ഇങ്ങനെ വെക്കുക. അതായത് ഷോൾഡറിൻ്റെ 1/2 ഇഞ്ച് തയ്യൽത്തുമ്പ് കഴിഞ്ഞിട്ടുള്ള സ്ഥലം ഈ ലൈനിൽ വെക്കുക. എന്നിട്ട് ഈ കൈക്കുഴി നമുക്ക് കറക്റ്റ് കിട്ടുന്ന പോലെ നമ്മൾ ഇങ്ങനെ വെക്കാം. കണ്ടോ ഇത് നമുക്ക് കറക്റ്റായിട്ട് നോച്ചിട്ടെടുത്ത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. കണ്ടോ ഇത് നമ്മൾ വരച്ചെടുക്കാം. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ നിന്നാണ് ഇങ്ങനെ നമ്മളൊരു ഓവൽ ഷേപ്പിലാണ് നമ്മൾ വരച്ചെടുക്കേണ്ടത്. കണ്ടോ ഇങ്ങനെ ഇവിടെ നിന്നല്ല ഇവിടെ നിന്ന് ഒരു ഓവൽ ഷേപ്പിൽ നമ്മൾ ഇങ്ങനെ വരച്ചെടുക്കുക. ഇവിടെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. പക്ഷേ ഈ നടുക്കുന്ന നമ്മൾ ഓവൽ ഷേപ്പിൽ നമ്മളിങ്ങനെ വരച്ചെടുക്കുക. മറ്റേ നമ്മൾ നടുവ് അടയാളപ്പെടുത്തി അതിൻ്റെ പകുതി വണ്ണം കണ്ട് കൈക്കുഴിയുടെ പകുതി വണ്ണം കണ്ട് അങ്ങനെയൊക്കെ നമുക്കിത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് സിമ്പിളായിട്ട് നമുക്ക് ബെൽ സ്ലീവ് അല്ലെങ്കിൽ ബട്ടർഫ്ലൈ സ്ലീവ് നമുക്ക് വെട്ടാനുള്ള എളുപ്പമാർഗ്ഗമാണ്. നമ്മൾ തുണി ഇറക്കത്തിനനുസരിച്ചുള്ള തുണി നമ്മൾ തയ്യൽത്തുമ്പും കൂടെ കൂട്ടിയിട്ട് നമ്മൾ കറക്റ്റ് വെട്ടിയിട്ടിട്ട് വട്ടത്തിൽ വെട്ടിയിട്ടിട്ട് അതിൻ്റെ നടുവശം കാണുക. അവിടെ നമ്മൾ കൈക്കുഴി വെട്ടിയ അതെടുത്ത് വെച്ചിട്ട് നമ്മൾ കറക്റ്റ് ആ നടുക്ക് വരുന്ന പോലെ നമ്മൾ വെച്ചിട്ട് നമ്മൾ ഓവൽ ഷേപ്പിൽ കൈക്കുഴി അടയാളപ്പെടുത്തിയെടുക്കുക. ഇതിനി കട്ട് ചെയ്യാം. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നുള്ളൂ. എളുപ്പം തുടക്കക്കാർക്ക് പോലും ചെയ്യാവുന്നുള്ളത്. ഈ തുണി എടുക്കുമ്പോൾ നമ്മുടെ ഇറക്കം കൃത്യമായിട്ടുണ്ടെന്നുള്ളത് നോക്കണം. ഇത് നമ്മുടെ ഫ്രണ്ട് വശത്ത് വരുന്നതാണ്. അതായത് കൃത്യം നമ്മുടെ പുരത്തിൻ്റെ നേരെ വരുന്നതാണ് ഫ്രണ്ടിൽ മുന്നിൽ. ഇത് നമുക്ക് അടിവശത്ത് വരുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കട്ട് ചെയ്ത് വിടാം.
കാരണം നമുക്ക് അത് കൈക്കുഴി സൈഡ് അടിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കട്ട് ചെയ്തു. നമുക്കിത് വേണമെങ്കിൽ ഒന്ന് അളന്ന് നോക്കാം. നമുക്ക് 7.25 കിട്ടേണ്ടത്. അപ്പോൾ അതുണ്ടോ എന്ന് നമുക്ക് അളന്ന് നോക്കാം. ഇതുണ്ടോ, നമുക്കിപ്പോൾ ഇവിടെ 7.25 7.5 കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇത് കൈക്കുഴിക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് വെൽ സ്ലീവ് കിട്ടുന്നത്, അല്ലെങ്കിൽ ബട്ടർഫ്ലൈ സ്ലീവ് ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു കൈക്കായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളൂ. ഇനി ഒന്നുകൂടെ കട്ട് ചെയ്യണം. ഇത് ലൈനിങ്ങിലാണ് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചത്. നമ്മൾ വെട്ടുന്നത് ഷിഫോണയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നമുക്ക് ഇത്രേ തുണിയുള്ളൂ, അതുകൊണ്ട് തന്നെ ഉള്ള തുണി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ വരച്ച കൈക്കുഴി നമ്മൾക്കൂടെ സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഷിഫോണയിൽ നമ്മൾ അത് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഇത്രേ തുണി കിട്ടുന്നുള്ളൂ. തുണി കുറവായിരുന്നു സ്ലീവ്, അതായത് 4 മീറ്റർ ആയതുകൊണ്ട് വാട്ടർ സ്ലീവിന് അല്ലെങ്കിൽ ബട്ടർഫ്ലൈ ഹാൻഡിന് തുണി ഇച്ചിരി കുറവായി പോയി. അതുകൊണ്ട് തന്നെ നമ്മൾ ഉള്ള കൈ വെച്ചിട്ടാണ്, അതായത് ഇറക്കം നമുക്ക് 7 കിട്ടേണ്ടതെങ്കിലും നമ്മൾ തയ്ച്ച് തീരുമ്പോൾ നമുക്ക് 6 കിട്ടുള്ളൂ. 1 ഇഞ്ച് കുറവുണ്ടാവും. അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ വെട്ടുന്നത്. നമുക്കിവിടെ 7 ഇഞ്ച് കിട്ടും. അപ്പോൾ നമുക്ക് കൈക്കുഴി കറക്റ്റ് ആക്കാൻ നമ്മൾ ഇച്ചിരി വളച്ച് ഇങ്ങനെ വെട്ടിയാൽ മതി. അപ്പം നമ്മൾ ആ സ്ലീവും കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഷിഫോണിൽ നമ്മൾ കട്ട് ചെയ്തു. ഇത് നമുക്ക് കട്ട് ചെയ്തു. നമുക്കിനി തയ്ക്കാം. നമുക്ക് ഉടുപ്പ് തയ്ക്കാൻ തുടങ്ങാം. അപ്പം ക്രോസ് പീസിൻ്റെ താഴെ വശത്ത് ഒരു 4 പീസ് നമ്മൾ എക്സ്ട്രാ കൊടുക്കണം. കാരണം ഇത് ഞാൻ പറഞ്ഞ തുണി കുറവാണ്. 31 ഇഞ്ച് ഇറക്കമാണെങ്കിൽ നമുക്ക് 4 മീറ്റർ മതി. ഇല്ലെങ്കിൽ നമ്മൾ 31 താഴേക്കാണ് ഇറക്കം പിടിക്കുന്നതെങ്കിൽ, അതായത് സ്കേർട്ടിൻ്റെ ഇറക്കം പിടിക്കുന്നതെങ്കിൽ നമുക്ക് 4.5 മീറ്റർ വേണം. നമ്മൾ ഫുൾ ലെങ്താണ് എടുക്കുന്നതെങ്കിൽ പൊക്കത്തിനനുസരിച്ച് തുണിക്ക് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അപ്പം പൊക്കമുള്ള ആളാണെങ്കിൽ നമുക്ക് 4.5 മീറ്റർ എങ്കിലും വേണ്ടി വരും ഫുൾ ലെങ്തിൽ എടുക്കണമെങ്കിൽ. അപ്പോൾ 4 മടക്ക്, അതായത് 4 ലെയർ ആയിട്ട് നമ്മൾ മടക്കിയിട്ട് ക്രോസ് വെട്ടുമ്പോഴാണ് ഇത്രയും തുണി നമുക്ക് ആവശ്യം. അപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് ഈ ഇറക്കമാണ് കിട്ടേണ്ടത്. അപ്പോൾ ആ ഇറക്കം നമുക്ക് ഈ 4 പീസിന് കിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ പീസ് വെച്ച് കൊടുക്കാൻ പോകുന്നു. അപ്പോൾ അത് വെച്ചിട്ട് കാണിക്കാം. നമ്മൾ എക്സ്ട്രാ പീസൊക്കെ കൊടുത്ത്, അതായത് നമുക്ക് ഇറക്കം കിട്ടാത്ത അവിടെ നമ്മൾ എക്സ്ട്രാ പീസ് കൊടുത്ത് നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ ഇറക്കം ഒന്ന് ഫിനിഷ് ചെയ്യണം. അതായത് ഇറക്കം നമുക്ക് കയറി ഇറങ്ങിയിട്ടായിരിക്കും ഉണ്ടാവുക. നമ്മൾ എക്സ്ട്രാ പീസ് കൊടുത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇറക്കത്തിൻ്റെ ലെവൽ കറക്റ്റ് ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ അത് കറക്റ്റ് ചെയ്യും. ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് അതിൻ്റെ ഇറക്കം ഒന്നുകൂടെ കറക്റ്റ് ചെയ്യണം. നമ്മൾ എല്ലായിടത്തും പീസ് കൊടുത്ത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട ഇറക്കത്തിൽ ഒന്നുകൂടെ കറക്റ്റ് ചെയ്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കും. ഇത് ലൈനിങ് അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എല്ലാം കൂടെ കാണിക്കുമ്പോൾ ഒരുപാട് സമയമായി പോകുന്നതുകൊണ്ടാണ് ഇതെല്ലാം ഞാൻ കാണിക്കാത്തത്. നമുക്കിതിവിടെ കറക്റ്റ് ചെയ്യണം. ഈ വശം നമ്മൾ എത്രയാണ് ഇറക്കം എടുത്തിട്ടുള്ളത് അതുണ്ടോ നോക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വിടും. ഷിഫോൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടാൻ വിഷമമുണ്ട്. തയ്ച്ചിട്ടാൽ നല്ല ഭംഗിയായിരിക്കും, പക്ഷെ തയ്ക്കാൻ കുറച്ച് വിഷമമുണ്ടാവും. ഇവിടെ എത്രയാണോ ഇറക്കമുള്ളത്, ഇവിടെ 37 അതിവിടെ ഉണ്ടോ നോക്കാം. 37 നമുക്ക് ഇവിടെയാണ് കിട്ടുന്നത്. അത് അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ ഇതേ കട്ട് ചെയ്തത്. ഷിഫോൺ ആയതുകൊണ്ട് നമുക്ക് തയ്ച്ചെടുക്കാനാണ് ബുദ്ധിമുട്ട്. തയ്ച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. നമ്മളങ്ങനെ ഇറക്കം കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ്ങായിട്ട് അറ്റാച്ച് ചെയ്ത് ബോഡി പീസും തയ്ച്ചെടുക്കാം. നമ്മൾ സിബ് വെക്കാൻ പോവാണ്.
റണ്ണറിനോടാനുള്ള സ്പേസ് വിട്ടിട്ട് സിബ് വെച്ച് കൊടുക്കുക. നമ്മൾ ഒരു പീസയിൽ സിബ് വെച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത പീസയിലും കൂടെ അത് അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പോൾ താഴ്വശം ഒപ്പം വെക്കുക. കാരണം നമ്മൾ കഴുത്ത് ഫിനിഷ് ചെയ്യാത്തതുകൊണ്ട് തന്നെ അവിടെ ഇച്ചിരി അധികം വന്നാലും നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും. അതുകൊണ്ട് തന്നെ താഴ്വശം നമ്മൾ ഒപ്പം വെക്കാം. കറക്റ്റ് വെക്കുക. അതിനുശേഷം റണ്ണറിനോടാനുള്ള സ്പേസ് ഇട്ടിട്ട് ഇത് കറക്റ്റ് ഒപ്പം നിൽക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് റണ്ണർ കാണാത്ത വിധത്തിൽ നമ്മൾ അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ സിബ് വെച്ച് കഴിഞ്ഞ് ബാക്കി നമുക്കിത് എക്സ്ട്രാ നിൽക്കുന്നത് കട്ട് ചെയ്ത് കളയാം. നമ്മൾ പുറകുവശം സിബ് പിടിപ്പിച്ച് കഴിഞ്ഞു. ഇനി മുൻവശം ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തു. ഇനി നമുക്ക് ഇതിനെ ടക്കിടാം. ഫ്രണ്ടിൽ ഇതൊരു ടക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം കഴുത്ത് വയ്ക്കാം. ഫ്രണ്ടിൽ ചുളുക്കം വരാതിരിക്കാനാണ് നമ്മൾ ടക്കിടുന്നത്. വേസ്റ്റ് ഭാഗം ഒതുങ്ങി കിട്ടാനാണ്. പുറകുവശം സിബ് വെക്കുന്നതുകൊണ്ട് ടക്കിൻ്റെ ആവശ്യമില്ല. നമ്മൾ ടക്കിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കഴുത്ത് വേറെ സെപ്പറേറ്റ് പീസ് വെച്ചിട്ട് അടിച്ചു മറിക്കണം. ഒന്നെങ്കിൽ നമുക്ക് ക്യാൻവാസ് വെച്ച് അടിച്ചു മറിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് വെറും ലൈനിങ്ങിൻ്റെ പീസ് വെച്ചിട്ട് അടിച്ചു മറിക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇത് ഇച്ചിരി കട്ടിയുള്ളതായതുകൊണ്ട് ക്യാൻവാസിൻ്റെ തുണി ഞാൻ വെക്കുന്നില്ല, ലൈനിങ് വെച്ച് അടിച്ചു മറിക്കുകയാണ്. പുറകു പീസ് നമുക്ക് വെച്ചിട്ട് വെട്ടിയെടുക്കാം. പുറകു പീസിൻ്റെ കഴുത്ത് നമ്മൾ എക്സ്ട്രാ തുണി വെട്ടുമ്പോൾ ഇവിടെ നമുക്ക് മടക്കാനുള്ള ഒരു 1/2 ഇഞ്ച് കൂടുതലെടുക്കണം. എന്നിട്ട് വേണം നമ്മൾ കഴുത്ത് തയ്ക്കാൻ. 1 ഇഞ്ച് വീതിയിൽ നമ്മൾ തുണി വെട്ടിയെടുക്കുകയാണ്. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ സൈഡ് നമുക്ക് മടക്കിയടിക്കണം. ഒരു സൈഡ് മടക്കി അടിച്ചിട്ട് വേണം നമ്മൾ ചുരിദാറിൽ കഴുത്തിലേക്ക് വെച്ച് കൊടുക്കാൻ.
ഇനി നമുക്കത് പുറകു കഴുത്തിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ ആ ഷേപ്പിൽ തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം. കട്ട് ചെയ്തിട്ട് പതിച്ചടിക്കാം. ഇപ്പുറത്തെ സൈഡ് വെച്ച് കൊടുക്കാം. നടക്കാനുള്ള തയ്യൽത്തുമ്പ് നീട്ടിയിടുക. അതിനുശേഷം കഴുത്തിലേക്ക് വെച്ച് കൊടുക്കുക. ഇത് രണ്ടും കറക്റ്റാണോ നോക്കാം. കഴുത്ത് മടക്കിയിട്ട് ഇത് നമുക്ക് കറക്റ്റാണ്. ഇതിനി കൈത്തയിലെടുക്കണം. ഇപ്പോൾ നമ്മൾ കഴുത്ത് വേറെ എക്സ്ട്രാ പീസ് കൊടുത്ത് തയ്ച്ച് കൈത്തയ്യലും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡറാണ് കൂട്ടി വയ്പ്പിക്കുന്നത്. ഇപ്പോൾ പുറകു പീസ് നമ്മൾ അങ്ങനെ തന്നെ തയ്ച്ച് കൈത്തയ്യലെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ പീസ് ഒന്നിച്ച് പിടിപ്പിക്കാം. ഷോൾഡർ പീസ് കൂട്ടി വയ്പ്പിക്കാം. അതിന് ശേഷം കൈ പിടിപ്പിക്കാം. നമ്മൾ ഒരു ഷോൾഡർ കൂട്ടി വയ്പ്പിച്ചു. ഇനി അടുത്ത ഷോൾഡറും കൂടെ കൂട്ടി വയ്പ്പിക്കാൻ പോകും. നമ്മൾ ഷോൾഡർ കൂട്ടി വയ്പ്പിച്ചു കഴിഞ്ഞു.
കഴുത്തൊക്കെ നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കൈയാണ് പിടിപ്പിക്കേണ്ടത്. ഇതിന് മുന്നേ നമുക്കിവിടെ ഓവർലോക്ക് ചെയ്യണം ഷോൾഡറിന്, എന്നിട്ട് വേണം കൈ പിടിപ്പിക്കാൻ. ഇല്ലെങ്കിൽ അത് നൂല് ഇങ്ങനെ ഊർന്നൂർന്ന് പോകും. അതുകൊണ്ട് ഇത് ഓവർലോക്ക് ചെയ്യട്ടെ. നമ്മൾ ഓവർലോക്ക് ചെയ്തു. ഇപ്പുറത്തെ സൈഡും കൂടെ ചെയ്യും. നമ്മൾ വണ്ണം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സൈഡിൽ മുകൾ വശത്ത് 17, 34-ൻ്റെ രണ്ടിലൊരു വണ്ണം, 17, അടിവശത്ത് 30-ൻ്റെ രണ്ടിലൊരു വണ്ണം, 15 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കൈയാണ് പിടിപ്പിക്കേണ്ടത്. ഇതിങ്ങനെയാണ് കൈയുള്ളത്. തുണി കുറവായതുകൊണ്ട് തന്നെ വളരെ അറ്റപ്പറ്റയാണ് തുണിയുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ നടുക്ക് വശം, അതായത് നമ്മൾ ഓപ്പൺ ചെയ്തൊരു സൈഡുണ്ട്, ഈ ചെറിയ സൈഡ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ കൈക്കുഴിയുടെ എൻഡ് ഭാഗത്ത് വരുന്നത്. ഇതിൻ്റെ നടുക്ക് നമുക്ക് ഇവിടെ ഈ വി ഷേപ്പിൽ വരുന്ന ഈ ഭാഗം നമ്മൾ ഉണ്ടോ, ഈ വി ഷേപ്പിൽ വരുന്ന ഭാഗം നമ്മൾ ബട്ടർഫ്ലൈ കൈ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ആം ഹോൾ ചെക്ക് ചെയ്ത് വെട്ടിയത് കൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് ഈ രണ്ട് സൈഡിലും കൈയുടെ തുണി എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത കൈയാണ് അടിക്കേണ്ടത്. എങ്ങനെ വരും? നമുക്ക് അടുത്ത കൈയും കൊണ്ട് അടിക്കാം. അത് നമുക്ക് ഈ വി ഷേപ്പ് വരുന്ന അവിടെ നമുക്ക് കൃത്യമായി ജോയിൻറ്റിൻ്റെ അവിടെ വെച്ചിട്ട് രണ്ട് സൈഡിലേക്ക് അടിച്ചു കൊടുക്കാം. നമ്മളങ്ങനെ കൈയെല്ലാം തയ്ച്ചു കഴിഞ്ഞു. ഇനി ഇത് കൈ ഇൻ്റർലോക്ക് ചെയ്തിട്ടാണ് നമ്മൾ അടിവശത്ത് നമ്മൾ അരഭാഗം പിടിപ്പിക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് സൈഡ് അടിക്കുമ്പോൾ ഇൻ്റർലോക്ക് ചെയ്യാൻ പറ്റാതെ വരും. അതുകൊണ്ട് നമ്മൾ ഇൻ്റർലോക്ക് ആദ്യം ചെയ്യുന്നത്. കൈയുടെ ഇൻ്റർലോക്ക് ചെയ്തിട്ടാണ് നമ്മൾ അരഭാഗം തയ്ച്ചു പിടിപ്പിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ അരയും കൂടെ പിടിപ്പിച്ച് കഴിയുമ്പോൾ നമുക്കിത് ഇൻ്റർലോക്ക് ചെയ്തെടുക്കാൻ ഇച്ചിരി വിഷമം ഉണ്ടാവും. കാരണം ഇച്ചിരി കനം കൂടുതലുള്ളതുകൊണ്ട് ഇത് സ്മൂത്തായിട്ട് നമുക്ക് പിടിച്ചു കൊടുക്കാൻ പറ്റില്ല. വേസ്റ്റ് ഭാഗം പിടിപ്പിക്കാൻ പോവുകയാണ്. അരഭാഗം പിടിപ്പിക്കുകയാണ്. ഇത് നമ്മൾ ഞുറിയിട്ട് നേരത്തെ വെച്ചതാണ്. ഇനി നമ്മളത് ഇതിലേക്ക് ചേർത്ത് അടിക്കുകയാണ്. ബോഡി പാർട്ടും സ്കേർട്ടിൻ്റെ ഭാഗവും കൂടെ ചേർത്ത് നമ്മൾ അടിക്കുകയാണ്. അതിനുശേഷം സൈഡും അടിച്ച് അടിവശം ഇൻ്റർലോക്കും ചെയ്താൽ നമ്മുടെ ഉടുപ്പിൻ്റെ സ്റ്റിച്ചിങ് കഴിയും.
നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് അടിക്കണം. വണ്ണം നോക്കി സൈഡ് അടിക്കണം. വണ്ണം നോക്കി നമുക്ക് സൈഡ് അടിക്കാം. അതിനുശേഷം ഇൻ്റർലോക്ക് ചെയ്യാം. അങ്ങനെ നമ്മുടെ അംബ്രല കട്ട് ഉടുപ്പ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫുൾ വ്യൂ. അപ്പോൾ ഇട്ട് കഴിഞ്ഞിട്ടുള്ള ബാക്കി കൈയെല്ലാം ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ബട്ടർഫ്ലൈ കൈയാണ് 3 ഉടുപ്പിനും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് വ്യൂ, ഇട്ട് കഴിഞ്ഞിട്ടുള്ള വ്യൂ ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്തേക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. താങ്ക്